ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ പ്രസിദ്ധമായ ചെറായി ബീച്ചിലാണ്. ഈ ചെറായി ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ. ഈ ചെറായി ബീച്ചിൻ്റെ തീരം തന്നെ ഒരു 15 കിലോമീറ്റർ മൊത്തത്തിലുണ്ട്. അത് മുൻപം ബീച്ച്, പിന്നെ കുഴിപ്പള്ളി ബീച്ച്, ഇങ്ങനെ അങ്ങ് പോകും. ഇവിടുത്തെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും നല്ല വൃത്തിയുള്ളൊരു ബീച്ചാണ് ഈ ഒരു ബീച്ച്. ഏറ്റവും നല്ല വൃത്തിയുള്ള, നമ്മൾ ഈവൻ ഫോർട്ട് കൊച്ചി ബീച്ചിനേക്കാളൊക്കെ വൃത്തിയുള്ളൊരു ബീച്ചാണ്. ഫോർട്ട് കൊച്ചിയിൽ അത്ര വൃത്തിയും ഉള്ള നമുക്ക് അറിയില്ല, പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള ബീച്ചാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ തീരമുണ്ടായിരുന്നു, അതായത് നമുക്ക് ഈ ഇറങ്ങി നടക്കാൻ പറ്റിയ സമയം ഇപ്പോൾ അല്ല. ഇപ്പോൾ മീൻസ് ഇവിടെ ഇപ്പോൾ നമുക്കിപ്പോൾ കാണാം ഫുള്ള് കടൽ മാത്രമാണ്. നേരത്തെ ആണെങ്കിൽ ഇവിടെ ഒരു മണൽത്തീരം ഉണ്ടായിരുന്നു, അത് ഇനിയും വരും. ഈ കടലിറങ്ങി കഴിഞ്ഞാൽ ഇവിടെ മണൽത്തീരമാണ്. അപ്പോൾ ഇവിടെ ഒരു കുറേ കൈറ്റ്സൊക്കെ വെക്കണം. ഞാൻ ഈ കേരളത്തിൽ പല ബീച്ചിൽ പോയപ്പോഴും നമ്മൾ കണ്ടേക്കുന്ന കൈറ്റ്സ് വെക്കുന്ന സ്ഥലം ഇവിടെ മാത്രമാണ്. പട്ടം പറപ്പിക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഇവിടെ ഒരു ബീച്ച് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ സംഭവം വരും, അതായത് ഡിസംബറൊക്കെ ആകുമ്പോൾ. ആ ഡിസംബറിലാണ് ശരിക്കും ഈ പട്ടം പറപ്പിക്കലെല്ലാം ഉള്ളത്. ഇനി ഇത് കൈറ്റ് ഫെസ്റ്റിവൽ വരുമെന്നറിയില്ല, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ വ്യാപകമായിട്ട് കയറ്റ് പറപ്പിക്കാൻ വേണ്ടി നമുക്ക് ഒരു 30 അല്ലെങ്കിൽ 40 അല്ലെങ്കിൽ 60 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമായിരുന്നു. ഇപ്പോഴും കിട്ടുമായിരിക്കും. ഇപ്പോൾ പിന്നെ ഈ ഒരു സീസൺ ഇതായ കാരണം കടലിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കില്ല. ഇപ്പോൾ ഇറങ്ങിയാൽ തന്നെ ഇറങ്ങാനും പറ്റില്ല, അത്രത്തോളം നല്ല തിര അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്നിപ്പോൾ ഇവിടെ ആൾ കുറവാണ്. ഇന്നൊരു ഞായറാഴ്ചയാണ്, പക്ഷേ എന്നാലും ഇന്ന് ആൾ കുറവാണ്. ആൾ കുറവാൻ കാരണം ഇപ്പം മഴക്കാലമായ കാരണം കടൽ പ്രക്ഷോഭമാണ്. നമുക്കറിയാം ഈ ഒരു കാലാവസ്ഥയിൽ കടലിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ബീച്ച് വെറുതെ കണ്ടുപോവുക, അല്ലെങ്കിൽ വിൻഡോ ഷോപ്പിംഗ് നടത്തുന്ന പോലെ കണ്ടുപോവുക എന്നുള്ള ഒരു പർപ്പസ് മാത്രമേ ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കാം. എന്നാലും ഒരു ഔട്ടിങ്ങിന് ഇറങ്ങാൻ പറ്റിയ ഒരു സമയം ഇപ്പോൾ നല്ലതാണ്. മഴയൊന്നുമില്ല, ഇന്നെന്തായാലും വെയിലുണ്ട്. അപ്പോൾ പിന്നെ ബീച്ചും ചെറായി ബീച്ച് കാണാം. ചിലപ്പോൾ ആണെങ്കിൽ ഒരു മുനം ബീച്ച് പോകണമെന്നുണ്ട്, ചിലപ്പോൾ അങ്ങോട്ട് പോവാം, അല്ലെങ്കിൽ കുഴിപ്പള്ളി പോവാം. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടുപോകാൻ പറ്റിയ ഒരു ഔട്ടിങ്ങിനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് ചെറായി, നിങ്ങൾ കൊച്ചിയിലൊക്കെ വരുവാണെങ്കിൽ, കൊച്ചിക്കാരോടല്ല ബാക്കിയുള്ളവരൊക്കെ വരുവാണെങ്കിൽ ചെറായി ബീച്ച് കാണാൻ പറ്റിയൊരു നീറ്റായ ഒരു ബീച്ചാണ്. കൊച്ചി കാണുന്നേക്കാളും നല്ലത് ഇവിടെ. കൊച്ചിയിലാണെങ്കിൽ കുറേ പൈതൃകമായ കുറേ സ്മാരകങ്ങളൊക്കെ ഉള്ളതൊഴിച്ചാൽ ബീച്ച് അസിറ്റീസ് ചെറായി ബീച്ചൊക്കെ കുറച്ച് ഫാർ ബെറ്ററാണ്. വിദേശികൾ വന്ന് ക്ലീൻ ആക്കുന്ന ബീച്ചാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചൊക്കെ. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ആവശ്യം വരാറില്ല. ഇവിടെ കുറച്ച് നീറ്റാണ്. സോ നമ്മളിപ്പോൾ കാഴ്ചകളിലേക്ക് പോകും. ഇതിപ്പോൾ ഞാൻ മുനമ്പം ബീച്ചിലാണ്. മുനമ്പം ബീച്ച് ഇങ്ങനെ ഒരു ബീച്ച് ഉണ്ടെന്ന് തന്നെ അറിയണം ഞാൻ ഇപ്പോഴാണ്. അത് ഈ ചെറായി എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു ബീച്ച് ഉണ്ടെന്ന്. എന്നാൽ പിന്നെ മുൻപത്ത് വരാമെന്നുണ്ട്. മുൻപത്ത് വന്നെങ്ങനെയാണ് ഇവിടെ ഒരു പേ ആൻഡ് പാർക്കുണ്ട്. ഇവിടെ 20 രൂപയുള്ളൂ. ചെറായിൽ 30 രൂപയാണ് പാർക്കിങ്ങിന്. ഇതും അത്യാവശ്യം കാണാൻ കൊള്ളാവുന്നൊരു ബീച്ച് തന്നെയാണ്. ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്.
ഇപ്പോൾ കുഴിപ്പള്ളി ബീച്ചാണ്. ഇവിടെയാണ് ശരിക്കും നമുക്ക് മണൽത്തിട്ടയൊക്കെയുള്ളത്. മണൽ തീരമുണ്ട്. ബാക്കിയുള്ള ബീച്ചുകളിൽ ഇപ്പോൾ മണൽത്തിട്ട കണ്ടിട്ടായിരുന്നില്ല. കുഴിപ്പള്ളി ബീച്ച് ശരിക്കും സെക്യൂർഡ് ആയിട്ടുള്ള ഏരിയയാണ്. ഇവിടെ കുറച്ച് സമാധാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അധികം ആൾക്കാരില്ല. പക്ഷേ ഇന്നത്തെ ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പോൾ ആൾക്കാരുണ്ട്. ചെറായി ബീച്ചിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല, കാരണം അവിടെ മണൽത്തിട്ടയില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെയൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും.